Hi all, welcome back to the topic active and passive voice. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്താണ്, പാസീവ് വോയിസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്റ്റീവ് വോയിസിനെ കൺവേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ 5 സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് പാസീവ് വേർബ് ഫോംസ് ഏതൊക്കെയാണ്, ഓരോ ടെൻസിലുള്ള വേർബിൻ്റെയും ഫോർമാറ്റിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ പാസീവ് വോയിസിൽ ചേഞ്ചസ് വരുന്നത് എന്നൊക്കെയാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ രണ്ട് ട്രാൻസിറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, ഇതൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഓരോ ടെൻസിലുള്ള ആക്റ്റീവ് സെൻറ്റൻസും പാസീവ് സെൻറ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആക്റ്റീവ് സെൻറ്റൻസ്. ദ ക്യാറ്റ് ചേസസ് ദ റാറ്റ് എന്നാണ് ആക്റ്റീവ് സെൻറ്റൻസ്. അതിനെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഏതൊരു സെൻറ്റൻസും പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആം, ഈസ്, ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ചേർത്തിരിക്കണം. അതിൻ്റെ കൂടെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർത്തിട്ടുണ്ടാവണം. സോ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ള ദ ക്യാറ്റ് ചേസസ് ദ റാറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദ റാറ്റ് ഈസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസ് എന്നുള്ള ഒരു ഓക്സിലറി വേർബ് ചേർത്തിട്ടുണ്ട്. അത് ചേർത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദ റാറ്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണ്, മാത്രമല്ല ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലേ, അതുകൊണ്ട് ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ചേസസ് എന്ന് പറയുന്ന വേർബാണ് ഇവിടെ ആക്റ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചേസ് എന്നുള്ള വേർബിൻ്റെ മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ചേസ്, ചേസ്ഡ്, ചേസ്ഡ് എന്ന് തന്നെയാണ് വരിക. സോ ചേസ്ഡ് എന്ന് പറയുന്ന ആ ഒരു മൂന്നാമത്തെ ഫോം ഇവിടെ ചേർത്തു. പ്ലസ് ബൈ ഏജൻറ്റ് അല്ലേ. ബൈ ഏജൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പോസിഷൻ ബൈൻ്റെ കൂടെ നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചേർത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബൈ ഏജൻറ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ ദ റാറ്റ് ഈസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ പാസീവ് ഫോം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് രണ്ടും സെയിം ആണ്. കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസ് ഇതിലേത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്, ആക്റ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദ ക്യാറ്റ് ഈസ് ചേസിങ് ദ റാറ്റ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് സെൻറ്റൻസിനെ നമ്മൾ പാസീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അവിടെ നമ്മൾ ചേർക്കേണ്ടതും സെയിം ഓക്സിലറി വേർബ്സ് ആണ്, ആം, ഈസ്, ആർ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ ബീയിങ് എന്ന് പറയുന്ന ഒരു വേർഡ് കൂടെ ചേർക്കണം. നെക്സ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നോക്കിയേ, ദ റാറ്റ് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ദ റാറ്റ് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദ റാറ്റ് എന്ന് കൊടുത്തു. ദെൻ ദ റാറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്നുള്ള ഓക്സിലറി വേർബാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെൻ ബീയിങ് എന്ന് പറയുന്ന വേർഡ് ചേർത്തു. അതിനുശേഷം V3 ഫോം ഓഫ് ദ വേർബ് അല്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ചേർത്തു. അതിനുശേഷം ബൈ ഏജൻ്റ് ആയിട്ടുള്ള ബൈ ദ ക്യാറ്റ് എന്ന് പറയുന്ന ബൈ ഏജൻറ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ദ റാറ്റ് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു പാസീവ് സെൻറ്റൻസിന് എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ക്യാറ്റ് ഹാസ് ചേസ്ഡ് ദ റാറ്റ്. ദ ക്യാറ്റ് ഹാസ് ചേസ്ഡ് ദ റാറ്റ്. അതിനെയാണ് നമ്മൾ ഇനി പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ്സ് ആണ് ഹാസ് ഓർ ഹാവ്. സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വേർബ് ചേർക്കണം, അതിൻ്റെ കൂടെ ബീൻ ചേർക്കണം, അതിനുശേഷമാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം ഓഫ് ദ വേർബ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ദ റാറ്റ് ഹാസ് ബീൻ ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. അപ്പോൾ ദ റാറ്റ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളവിടെ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്തത്. ദ റാറ്റ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാവ് ആണ് ചേർക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ബീൻ ചേർത്തു, ദെൻ V3 ഫോം ഓഫ് ദ വേർബ്, ദെൻ ബൈ ഏജൻറ്റ്. ദ റാറ്റ് ഹാസ് ബീൻ ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. സിമ്പിൾ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ ക്യാറ്റ് ചേസ്ഡ് ദ റാറ്റ്.
ദ ക്യാറ്റ് ചേസ്ഡ് എന്നാണ് വന്നത് അല്ലേ. അപ്പോൾ ചേസസ് എന്നാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ കണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അത് ചേസ്ഡ് എന്നായിട്ട് മാറില്ലേ. ദ ക്യാറ്റ് ചേസ്ഡ് ദ റാറ്റ്. ഈ ഒരു സെൻറ്റൻസ് ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതിനെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വാസ് ഓർ വേർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേർബ് നമ്മൾ ചേർത്തിരിക്കണം. അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ റാറ്റ് വാസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ദ റാറ്റ് വാസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ദ റാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വെച്ചു. ദ റാറ്റ് എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വാസ് ചേർത്തത്. അവിടെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ വേറാണ് ചേർത്തിട്ടുണ്ടാവുക. അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ചേർത്തു. ദെൻ ബൈ ഏജൻറ്റ് ചേർത്തു അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാവുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? ദ ക്യാറ്റ് വാസ് ചേസിങ് ദ റാറ്റ്. ദ ക്യാറ്റ് വാസ് ചേസിങ് ദ റാറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ, ആക്റ്റീവ് സെൻറ്റൻസിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വാസ് ഓർ വേർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ചേർക്കണം. അതിൻ്റെ കൂടെ ബീയിങ് ചേർക്കണം. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നോക്കിയേ, ദ റാറ്റ് വാസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോഴും ഓക്സിലറി വേർബിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ അല്ലേ. പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഓക്സിലറി ചേർക്കുന്നു, പാസ്റ്റ് ആകുമ്പോൾ പാസ്റ്റിലുള്ള ഓക്സിലറി വേർബ് ചേർക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോഴും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ പ്രസൻറ്റിലുള്ള ഓക്സിലറി വേർബ്സ് ചേർക്കുന്നു, പാസ്റ്റ് ആകുമ്പോൾ പാസ്റ്റിലുള്ള ഓക്സിലറി വേർബ് ചേർക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. ദ റാറ്റ് വാസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ഒരു പാസീവ് ഫോമും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു ആക്റ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും സെയിം സ്ട്രക്ചർ ആയിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഉള്ള അതേ സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ ഓക്സിലറി വേർബ് ഏതായിരിക്കും? പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറി വേർബ് ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ദ ക്യാറ്റ് ഹാഡ് ചേസ്ഡ് ദ റാറ്റ്. ദ ക്യാറ്റ് ഹാഡ് ചേസ്ഡ് ദ റാറ്റ്. ഇവിടെ നിങ്ങൾ കണ്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഹാഡ് ചേർത്തതില്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ആയപ്പോൾ നമ്മളിവിടെ ഹാസ് ആണ് കണ്ടിരുന്നത്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാഡ് ആണ് ചേർത്തിട്ടുള്ളത് അല്ലേ. ദ ക്യാറ്റ് ഹാഡ് ചേസ്ഡ് ദ റാറ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് ഹാസോ ഹാവോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് ചേർക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ ഓക്സിലറി വേർബേ ഉള്ളൂ, ഹാഡ് എന്നാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഈ ഒരു സ്ട്രക്ചറാണ് പാസ്റ്റ് പെർഫെക്റ്റിലെ സെൻറ്റൻസ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ റാറ്റ് ഹാഡ് ബീൻ ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ദ റാറ്റ് ഹാഡ് ബീൻ ചേസ്ഡ് ബൈ ദ ക്യാറ്റ് എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ പാസീവ് വോയിസ്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദ റാറ്റ് ഹാഡ് ബീൻ ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ദ ക്യാറ്റ് വിൽ ചേസ് ദ റാറ്റ്. ഇതിപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾ പാസീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. വിൽ ഓർ ഷാൽ. വിൽ ഓർ ഷാൽ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേർബ് നമ്മൾ ചേർത്തിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ ബി ചേർക്കണം. അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ എക്സാമ്പിൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ദ റാറ്റ് വിൽ ബി ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ദ റാറ്റ് വിൽ ബി ചേസ്ഡ് ബൈ ദ ക്യാറ്റ് എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ഇതിലേത് മോഡൽ ഓക്സിലറി വേർബ് വന്നാലും നമ്മൾ നമ്മുടെ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആ സെയിം മോഡൽ ഓക്സിലറി വേർബ് യൂസ് ചെയ്യുക, അതിനുശേഷം ബി ചേർക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുക കേട്ടോ. ഇതിലേത് ഓക്സിലറി വേർബ് വന്നാലും നമ്മൾ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത് പാസീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട് 1-2 ദ ക്യാറ്റ് ക്യാൻ ചേസ് ദ റാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പാസീവ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദ റാറ്റ് ക്യാൻ ബി ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. അപ്പോൾ നമ്മൾ ആക്റ്റീവിൽ കണ്ട അതേ മോഡൽ ഓക്സിലറി വേർബ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബി ചേർത്തു, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്തു അല്ലേ വേർബിൻ്റെ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ദ ക്യാറ്റ് മേ ചേസ് ദ റാറ്റ്. മേ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറിയാണ് ചേർത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ദ റാറ്റ് മേ ബി ചേസ്ഡ് ബൈ ദ ക്യാറ്റ് അല്ലേ. ഇവിടെ ബി ചേർത്തു, അതിനുശേഷം V3 ഫോം ചേർത്തു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യുന്നത് പാസീവിലോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടെൻസിലുള്ള
പാസീവ് ഫോംസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസിറ്റീവ് വേർബുള്ള സെൻറ്റൻസുകൾ മാത്രമേ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം പാസീവ് കൺവേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബിനാണ് ഒബ്ജക്റ്റ് ഉള്ളത്, ഇൻട്രാൻസിറ്റീവ് വേർബിന് ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള വേർബ് യൂസ് ചെയ്ത സെൻറ്റൻസ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു ഒബ്ജക്റ്റുള്ള ട്രാൻസിറ്റീവ് വേർബിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് കണ്ടത് അല്ലേ. ഇനി ട്രാൻസിറ്റീവ് വേർബിന് തന്നെ 2 ഒബ്ജക്റ്റ് ഉണ്ടാവാം, 3 ഒബ്ജക്റ്റ് ഉണ്ടാവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 2 ഒബ്ജക്റ്റുള്ള ട്രാൻസിറ്റീവ് വേർബുള്ള സെൻറ്റൻസുകളെ എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. സം ട്രാൻസിറ്റീവ് വേർബ്സ് ടേക്ക് 2 objects, a direct object and an indirect object. In such cases, 2 passive forms are possible, one beginning with the indirect object or personal object and the other beginning with the direct object. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ഒരെണ്ണം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ഒരെണ്ണം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ പേഴ്സണൽ ഒബ്ജക്റ്റ് എന്നുകൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം ആ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഒരു പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും. An indirect object denotes the person to whom or for whom something is given or done. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ടു ഹൂം ഓർ ഫോർ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ കിട്ടുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും ഏത്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വൈൽ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് യൂഷ്വലി ഡിനോട്ട്സ് എ തിങ്, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരായിരിക്കും എന്ത്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻ കേസസ് ലൈക്ക് ദിസ് ഇറ്റ് ഈസ് പ്രോബബ്ലി മോർ യൂഷ്വൽ ഫോർ പാസീവ് കൺസ്ട്രക്ഷൻ ടു ബിഗിൻ വിത്ത് ദ പേഴ്സൺ ഓർ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ 2 ഒബ്ജക്റ്റ് ഉള്ള കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റ്, പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ച് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, പേഴ്സണൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതായത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങുന്ന പാസീവ് ഫോമാണ് ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദ മാനേജർ വിൽ ഗിവ് യു എ ടിക്കറ്റ്. ഇവിടെ ഈ ഒരു ആക്റ്റീവ് സെൻറ്റൻസിൽ ഗിവ് എന്നുള്ള ആ ഒരു ട്രാൻസിറ്റീവ് വേർബിന് 2 ഒബ്ജക്ട്സ് ഉണ്ട് അല്ലേ. എ ടിക്കറ്റ് എന്നുള്ള ആ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, യു എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ യു ആണ് ഇവിടെ പേഴ്സണൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം യു എന്നുള്ളത് ഒരു പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണല്ലേ. ടിക്കറ്റ് എന്നുള്ളത് ഒരു വസ്തുവിൻ്റെ പേരാണ്, അതുകൊണ്ട് അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ദ മാനേജർ വിൽ ഗിവ് യു എ ടിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇവിടെ 2 ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ ടിക്കറ്റ് വിൽ ബി ഗിവൺ ടു യു ബൈ ദ മാനേജർ. വിൽ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓരോ ടെൻസിലുള്ള സെൻറ്റൻസിൻ്റെ ഫോംസും നമ്മൾ എങ്ങനെയാണ് പാസീവിലോട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പാസീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, എ ടിക്കറ്റ് വിൽ ബി ഗിവൺ ടു യു ബൈ ദ മാനേജർ. എ ടിക്കറ്റ് വിൽ ബി ഗിവൺ ടു യു ബൈ ദ മാനേജർ. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസീവ് ഫോമാണ്. നെക്സ്റ്റ് നോക്കിയേ, യു വിൽ ബി ഗിവൺ എ ടിക്കറ്റ് ബൈ ദ മാനേജർ. ഇവിടെ നമ്മൾ പേഴ്സണൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 2 ഫോംസും കറക്റ്റാണ്. ഇതിൽ രണ്ടാമത്തെ യു വിൽ ബി ഗിവൺ എ ടിക്കറ്റ് ബൈ ദ മാനേജർ എന്നുള്ളതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 രീതിയിൽ എഴുതിയാലും കറക്റ്റാണ് കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹി പ്രോമിസ്ഡ് മീ എ പ്രസൻറ്റ്. ഇവിടെയും 2 ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. എ പ്രസൻറ്റ് എന്ന് പറയുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ മീ എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ഓർ പേഴ്സണൽ ഒബ്ജക്റ്റ് അല്ലേ. ഇനി ഇതിൻ്റെ 2 പാസീവ് ഫോംസ് ആണ്. ഫസ്റ്റ് വൺ, എ പ്രസൻറ്റ് വാസ് പ്രോമിസ്ഡ് ടു മീ ബൈ ഹിം. എ പ്രസൻറ്റ് വാസ് പ്രോമിസ്ഡ് ടു മീ ബൈ ഹിം. ഇവിടെ നമ്മൾ എ പ്രസൻറ്റ് എന്ന് പറയുന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ള പാസീവ് ഫോമാണ്. രണ്ടാമത്തേത്, ഐ വാസ് പ്രോമിസ്ഡ് എ പ്രസൻറ്റ് ബൈ ഹിം. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള മീ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മീ സബ്ജക്റ്റ് പാർട്ടിലോട്ട് വരുമ്പോൾ ഐ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഐ വാസ് പ്രോമിസ്ഡ് എ പ്രസൻറ്റ് ബൈ ഹിം. ഇതാണ് രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള പാസീവ് ഫോം. അപ്പോൾ 2 രീതിയിലും നമുക്ക് 2 ഒബ്ജക്റ്റ് വരുമ്പോൾ 2 രീതിയിൽ നമുക്ക് പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യാം. 2ഉം ശരിയായിരിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പേഴ്സണൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങുന്ന പാസീവ് ഫോം ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബ്രാക്കറ്റിലൊരു കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ദ പേഴ്സണൽ പ്രോനൗൺസ് മീ, ഹിം, ഹർ, അസ്,
them to I, he, she, we, they respectively when we use them as subject of the passive sentence. അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മീ, ഹിം, ഹെർ, അസ്, ദം എന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ പാസീവ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പാർട്ടിൽ കൊടുക്കുമ്പോൾ ഐ, ഹി, ഷീ, വി, ദേ എന്നൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിറ്റീവ് വേർബിന് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത്. രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. രണ്ടും കറക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ ആപ്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പാസീവ് ഓഫ് സെൻറ്റൻസസ് കണ്ടെയ്നിങ് മോർ ദാൻ വൺ ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് അതിലൊരു വേർബേ കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. പക്ഷേ കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഇതൊക്കെ ആകുമ്പോൾ എന്താണ് ക്ലോസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഓരോ ക്ലോസിലും എന്താണ് ഓരോ വേർബ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ രണ്ട് ട്രാൻസിറ്റീവ് വേർബ് വരുന്ന കേസിൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് ട്രാൻസിറ്റീവ് വേർബിന് രണ്ട് ഒബ്ജക്റ്റ് ഉള്ള കേസാണ് പറഞ്ഞത്. ഇനി പറയുന്നത് രണ്ട് ട്രാൻസിറ്റീവ് വേർബ് ഉള്ള സെൻറ്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. Some sentences may have more than one clause and each clause may contain a transitive verb. In such cases, all of them may be changed into passive. Note that any number of clauses may be there in a sentence and we can change all of them into the passive if they have transitive verbs. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ മൂന്നിൽ കൂടുതൽ ക്ലോസുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ക്ലോസിലും എന്താണ് ഓരോ വേർബ് ഉണ്ടാവും. ആ വേർബൊക്കെ ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് ഉള്ള വേർബ്സ് ആണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ എന്താണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസിൻ്റെ എണ്ണം എത്ര കൂടിയാലും അതിലൊക്കെ ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ട്രാൻസിറ്റീവ് വേർബുള്ള സെൻറ്റൻസിനെ എങ്ങനെയാണ് പാസീവിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇറ്റ് സർപ്രൈസ്ഡ് മീ ടു ഹിയർ സംവൺ ഹാഡ് റോബ്ഡ് യു. ഈ ഒരു സെൻറ്റൻസിൽ രണ്ട് ക്ലോസസ് ആണുള്ളത്. ഇറ്റ് സർപ്രൈസ്ഡ് മീ ടു ഹിയർ എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്, സംവൺ ഹാഡ് റോബ്ഡ് യു എന്നുള്ള മറ്റൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലോസിലും ഓരോ ട്രാൻസിറ്റീവ് വേർബ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. സർപ്രൈസ്ഡ് എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട്, അതുപോലെ തന്നെ റോബ്ഡ് എന്ന് പറയുന്ന മറ്റൊരു വേർബും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വേർബുള്ള സെൻറ്റൻസിനെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇനി പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്ലോസുകളൊക്കെ ഉള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ക്ലോസിലെയും ടെൻസ് നമ്മൾ സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ക്ലോസേ ഉള്ളൂ. ഇറ്റ് സർപ്രൈസ്ഡ് മീ ടു ഹിയർ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതിൽ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, കാരണം സർപ്രൈസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. രണ്ടാമത്തെ ക്ലോസ് ഏതാണ്? സംവൺ ഹാഡ് റോബ്ഡ് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ ഹാഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് ടെൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു രണ്ട് ക്ലോസിലെയും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് പാസീവിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലോസ് വെച്ചിട്ട് തന്നെ നമുക്ക് പാസീവ് കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ എന്നാണ് ഫസ്റ്റ് ക്ലോസ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസ് ഓർ വേർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇവിടെ മീ എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലോസിലെ ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ ഐ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ വാസ് എന്നുള്ള ഓക്സിലറി വേർബ് ചേർത്തു. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ചേർത്തു അല്ലേ. അങ്ങനെ ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ എന്നുള്ള ആ ഒരു ഫസ്റ്റ് ക്ലോസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ ക്ലോസിനെ ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ നമ്മളൊരു കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ. അതിനുശേഷം രണ്ടാമത്തെ ക്ലോസ് ആയിട്ടുള്ള സംവൺ ഹാഡ് റോബ്ഡ് യു എന്നുള്ള ആ ഒരു ക്ലോസ് കൺവേർട്ട് ചെയ്യാണ്. യു ഹാഡ് ബീൻ റോബ്ഡ് എന്നാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ യു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലോസിലെ ഒബ്ജക്റ്റ്. അത് അതുപോലെ ചേർത്താൽ മതി. അത് നമ്മൾ വേറെ കൺവേർഷൻ ഒന്നും നടത്തേണ്ട അതിൽ. പിന്നെ ഹാഡ് പ്ലസ് ബീനാണ് ചേർക്കേണ്ടത്, അത് ചേർത്തു. അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ചേർത്തു അല്ലേ. അങ്ങനെ ഐ വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ ദാറ്റ് യു ഹാഡ് ബീൻ റോബ്ഡ്. അപ്പോൾ പാസീവ് ഫോമിലോട്ട് നമ്മൾ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ.
ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടെങ്കിൽ ഓരോ ക്ലോസിലെയും ടെൻസ് നമ്മൾ സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ക്ലോസിൻ്റെ ആ ഒരു ടെൻസ് ഫോമിന് ഏതാണോ സ്ട്രക്ചർ പാസീവ് സ്ട്രക്ചർ തന്നിട്ടുള്ളത് ആ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ആ ക്ലോസിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ക്ലോസുകൾ പരസ്പരം കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺജങ്ഷനാണ് ഇത് ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. They tell me somebody has stolen your motorcycle. They tell me somebody has stolen your motorcycle. ഇവിടെയും രണ്ട് ക്ലോസസ് ആണുള്ളത് അല്ലേ. They tell me എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്, അതുപോലെ തന്നെ somebody has stolen your motorcycle എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ക്ലോസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്ര ക്ലോസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. അതിനുശേഷം ഓരോ ക്ലോസിലെയും ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി നമുക്ക് ഫസ്റ്റ് ക്ലോസിലെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ദേ ടെൽ മീ, ടെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ദേ ടെൽ മീ അല്ലേ. രണ്ടാമത്തെ ക്ലോസ് നോക്കിയേ, സംബഡി ഹാസ് സ്റ്റോളൻ യുവർ മോട്ടോർ സൈക്കിൾ. ഹാസ് സ്റ്റോളൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാസോ ഹാവോ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഹാഡ് ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ ഹാസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ദേ ടെൽ മീ എന്നുള്ളത് നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഐ ആം ടോൾഡ് എന്നായിട്ട് മാറുകയാണ്. മീ എന്നുള്ളത് ഐയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം ആം ഈസ് ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ആമാണ് ചേർക്കുക അല്ലേ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ. അപ്പോൾ ഐ ആർ അല്ലെങ്കിൽ ഐ ഈസ് എന്ന് നമ്മൾ പറയില്ല, ഐ ആം എന്നാണ് പറയുന്നത് അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ടെൽ, ടോൾഡ്, ടോൾഡ് എന്നാണ് വരിക അല്ലേ. ഐ ആം ടോൾഡ്. ദെൻ നമ്മൾ രണ്ടാമത്തെ ക്ലോസ് കണക്ട് ചെയ്യാനായിട്ട് ഒരു കൺജങ്ഷൻ യൂസ് ചെയ്യുന്നു, ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ. അതിനുശേഷം രണ്ടാമത്തെ ക്ലോസ് നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സംബഡി ഹാസ് സ്റ്റോളൻ യുവർ മോട്ടോർ സൈക്കിൾ എന്നുള്ളതാണ് നമ്മുടെ ക്ലോസ്. അതിനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ യുവർ മോട്ടോർ സൈക്കിൾ ഹാസ് ബീൻ സ്റ്റോളൻ അല്ലേ. യുവർ മോട്ടോർ സൈക്കിൾ എന്നുള്ളതാണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് എഴുതുന്നു. അതിനുശേഷം ഹാസ് ബീൻ ചേർത്തു അല്ലേ. ഹാസ് പ്ലസ് ബീനാണ് പ്രസൻറ്റ് പെർഫെക്റ്റിലെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാസ് ബീൻ സ്റ്റോളൻ, സ്റ്റോളൻ എന്നുള്ള ആ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ചേർത്തു. അങ്ങനെ ഐ ആം ടോൾഡ് ദാറ്റ് യുവർ മോട്ടോർ സൈക്കിൾ ഹാസ് ബീൻ സ്റ്റോളൻ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഈ രണ്ട് സെൻറ്റൻസിലും സംവൺ എന്നുള്ള സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താണ് ബൈ ഏജൻറ്റിൽ കൊണ്ട് ചേർക്കാത്തത് എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. അതിനുള്ള ആൻസർ നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഇൻ മെനി കേസസ് ദ ബൈ ഏജൻറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ദിസ് ഈസ് എയ്തർ വെൻ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഓർ വെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി അറ്റ് ഓൾ. യൂഷ്വലി we avoid the by agent when the active sentences include a vague or indefinite pronoun or noun as the subject. For example, somebody, they, people, we, etc. അപ്പോൾ സംബഡി, ദേ, പീപ്പിൾ, വി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരാളെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അല്ലേ. ഇന്ന ആൾ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ആരോ ഒരാൾ അല്ലേ. നമ്മളിൽ വി എന്ന് പറയുമ്പോൾ നമ്മളിൽ ആരോ ഒരാളാണ്. സംബഡി എന്ന് പറയുമ്പോൾ ആരോ ഒരാളാണ്. ദേ എന്ന് പറയുമ്പോൾ അവരിൽ ആരോ ഒരാളാണ്. പ്രോപ്പറായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള വേഗമായിട്ടുള്ള പ്രൊനൗൺസ് സബ്ജക്റ്റായിട്ട് വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ബൈ ഏജൻറ്റ് ചേർക്കണം എന്നില്ല. എങ്ങനെയാണെങ്കിൽ ആ ഒരു ബൈ ഏജൻറ്റ് ചേർക്കാണ്ട് തന്നെ ആ ഒരു പാസീവ് സെൻറ്റൻസ് മീനിങ് ഫുൾ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബൈ ഏജൻറ്റ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇത്തരം കേസസിൽ. ഇനി മീനിങ് ഫുൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ടതായിട്ടും വരാറുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. Somebody has stolen my pen. Somebody has stolen my pen. അതിനെ നമ്മൾ പാസീവ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൈ പെൻ ഹാസ് ബീൻ സ്റ്റോളൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബൈ ഏജൻറ്റ് ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ മൈ പെൻ ഹാസ് ബീൻ സ്റ്റോളൻ, ആരോ ഒരാൾ എൻ്റെ പെന്ന് മോഷ്ടിച്ചിട്ടുണ്ട് അല്ലേ. അതോടുകൂടി അത് മീനിങ് ഫുൾ ആവുന്നുണ്ട്. പിന്നെ ബൈ ഏജൻറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആണല്ലേ. ഇനി വേറെ നോക്കിയേ, ദേ ആസ്ക്ഡ് മീ മൈ നെയിം. ഐ വാസ് ആസ്ക്ഡ് മൈ നെയിം എന്ന് മാത്രമേ പാസീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പറയുന്നുള്ളൂ അല്ലേ. ആരാണ് എന്ന് പറയുന്നില്ല. ഐ വാസ് ആസ്ക്ഡ് മൈ നെയിം, എൻ്റെ പേര് ആരോ ചോദിച്ചിട്ടുണ്ട്. അതോടുകൂടി അത് മീനിങ് ഫുൾ ആവുന്നുണ്ട്. സോ ബൈ ഏജൻറ്റ് ചേർത്തിട്ടില്ല. ഇനി പീപ്പിൾ എന്നുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ വരുമ്പോൾ എന്താ നോക്കിയേ, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ്. അതിനെ പാസീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഈസ്
സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മീനിങ് ഫുൾ ആണ് അല്ലേ. ആര് എന്ത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്താണ് അത് മീനിങ് ഫുൾ ആണ്. അപ്പോൾ സംബഡി, ദേ, പീപ്പിൾ, വി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വേഗ് ഓർ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് വരുന്ന കേസിൽ ബൈ ഏജന്റ് ആയിട്ട് അത് ചേർത്തില്ലെങ്കിലും എന്താണ് സെന്റൻസസ് മീനിങ് ഫുൾ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള കേസിൽ ബൈ ഏജന്റ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. The by agent or by phrase cannot be avoided where the agent has some importance and is necessary to complete the sense. ഇനി ചില കേസിൽ ബൈ ഏജന്റ് ചേർക്കാണ്ട് എന്താണ് നമ്മുടെ പാസീവ് സെന്റൻസ് മീനിങ് ഫുൾ ആവില്ല. അത്തരത്തിലുള്ള കേസിൽ ബൈ ഏജന്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്തിരിക്കണം. We use with, not by, to talk about an instrument used by the agent. ഇനി നമ്മുടെ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, ആക്റ്റീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എന്തല്ല ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കിയേ. സംബഡി ഹിറ്റ് ദ ഡോഗ് വിത്ത് എ സ്റ്റിക്ക്. സംബഡി ഹിറ്റ് ദ ഡോഗ് വിത്ത് എ സ്റ്റിക്ക്. ആരോ ഒരാൾ എന്താണ് ഡോഗിന് ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ സ്റ്റിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദ ഡോഗ് വാസ് ഹിറ്റ് വിത്ത് എ സ്റ്റിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ ബൈ എ സ്റ്റിക്ക് എന്നല്ല ചേർക്കുക, വിത്ത് എ സ്റ്റിക്ക് എന്നാണ് ചേർക്കേണ്ടത്. ഇതുപോലെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻസിൻ്റെ നെയിം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷന് പകരം നമ്മൾ വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് വരുന്ന കേസിൽ എങ്ങനെയാണ് പാസീവ് ഫോം ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് മീൻസ് എ നൗൺ ഓർ adjective which follows a direct object and renames it or tells the direct object has become. അതായത് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കാം. അത് നമ്മുടെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് തൊട്ട് ശേഷമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നൗണോ അഡ്ജക്റ്റീവോ ആയിരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പീപ്പിൾ മെയ്ഡ് ഹിം ചെയർമാൻ എന്നുള്ളൊരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെയർമാൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ഹിം എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ചെയർമാൻ എന്നുള്ളത്. ചെയർമാൻ എന്നുള്ളത് ഒരു നൗൺ ആണ് അല്ലേ. അപ്പോൾ നൗണായിട്ടും വരാം, അഡ്ജക്റ്റീവായിട്ടും വരാം കോംപ്ലിമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ദ കോർട്ട് ഫൗണ്ട് ദ മാൻ ഇന്നസെൻറ്റ്. ഈ ഒരു സെൻറ്റൻസിൽ ഇന്നസെൻറ്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ഇവിടെ ഇന്നസെൻറ്റ് എന്നുള്ളത് നൗൺ അല്ല, പകരം എന്താണ് അഡ്ജക്റ്റീവാണ്. അപ്പോൾ രണ്ട് കേസസും നമ്മൾ കണ്ടു അല്ലേ. ഇനി ഈ രണ്ട് സെൻറ്റൻസും നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. പീപ്പിൾ മെയ്ഡ് ഹിം ചെയർമാൻ എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് ഹി വാസ് മെയ്ഡ് ചെയർമാൻ ബൈ ദ പീപ്പിൾ എന്നായിട്ട് പാസീവായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരും. ഹി എന്നുള്ള ഒബ്ജക്റ്റ് ചേർത്തു, അതിനുശേഷം വാസ് എന്നുള്ള ഓക്സിലറി വേർബ് ചേർത്തു, ദെൻ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ചേർത്തു, ദെൻ ചെയർമാൻ എന്നുള്ള ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ചേർക്കേണ്ടത്. അതിനുശേഷം ബൈ ഏജൻറ്റ് ചേർത്തു അല്ലേ. അപ്പോൾ ഹി വാസ് മെയ്ഡ് ചെയർമാൻ ബൈ ദ പീപ്പിൾ. ഇനി ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്ന കേസിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. നോക്കിയേ, ദ മാൻ വാസ് ഫൗണ്ട് ഇന്നസെൻറ്റ് ബൈ ദ കോർട്ട്. ദ മാൻ എന്നുള്ള ഒബ്ജക്റ്റ് ചേർത്തു, വാസ് എന്നുള്ള ഓക്സിലറി വേർബ് ചേർത്തു, ഫൗണ്ട് എന്നുള്ള V3 ഫോം ചേർത്തു, അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഇന്നസെൻ്റ് എന്ന് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ബൈ ദ കോർട്ട് എന്ന് പറയുന്ന ബൈ ഏജൻറ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിമ്പിളാണ്, മറ്റുള്ള സെൻറ്റൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് കൂടെ അതിൽ ആഡ് ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ പീപ്പിൾ മെയ്ഡ് ഹിം ചെയർമാൻ എന്നുള്ളതിൽ ഹിം എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ചെയർമാൻ എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ആണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷം വന്നിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണോ അല്ലയോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പാസീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് WH ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. WH വെച്ചിട്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആക്റ്റീവ് വോയിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ പാസീവ് വോയിസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡു യു പ്രിഫർ. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഡു യു പ്രിഫർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളതിനെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആം, ഈസ്, ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വേർബും അതിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ചേർക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വിച്ച് ഈസ് പ്രിഫേർഡ് ബൈ യു എന്നാണ് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ആം, ഈസ്, ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി ചേർക്കുന്നു. പ്രസൻറ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനുശേഷം ആ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ചേർക്കുന്നു. ദെൻ
ബൈ ഏജൻറ്റ് ചേർത്ത് കൊടുക്കുന്നു. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ വിച്ച് ഡു യു പ്രിഫർ എന്നുള്ള ക്വസ്റ്റ്യനെ പാസീവ് ആക്കിയിട്ട് ചോദിക്കുമ്പോൾ വിച്ച് ഈസ് പ്രിഫേർഡ് ബൈ യു എന്നായിട്ട് മാറും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ക്യാൻ വി പർച്ചേസ് ദ ടിക്കറ്റ്? വേർ ക്യാൻ വി പർച്ചേസ് ദ ടിക്കറ്റ്? ഇവിടെ ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറി വേർബാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മോഡൽ ഓക്സിലറിൻ്റെ കൂടെ ബിയും അതുപോലെ തന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമും ചേർത്തിട്ടാണ് നമ്മൾ പാസീവ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വേർ ക്യാൻ വി പർച്ചേസ് ദ ടിക്കറ്റ് എന്നുള്ള ഇതിൻ്റെ പാസീവ് ഫോം വേർ ക്യാൻ ദ ടിക്കറ്റ് ബി പർച്ചേസ്ഡ് എന്നാണ് പറയാം. അതായത് വേർ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ യൂസ് ചെയ്തു, ദെൻ ആ മോഡൽ ഓക്സിലറി അതുപോലെ യൂസ് ചെയ്തു, അതിനുശേഷം ഒബ്ജക്റ്റ് ചേർക്കുന്നു അല്ലേ. ദ ടിക്കറ്റ് ബി പർച്ചേസ്ഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിരിക്കാം, ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഓക്സിലറി വേർബ് ചേർക്കുന്നതെന്ന്. അപ്പോൾ ക്വസ്റ്റ്യന് നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം ഓക്സിലറി വേർബാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് വേർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ക്യാൻ എന്നുള്ള ഓക്സിലറി കൊടുത്തത്. അതുപോലെ തന്നെ ഫസ്റ്റത്തെ എക്സാമ്പിളിലും ആദ്യം നമ്മൾ ഈസ് ചേർത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കി. ഹൂ ടീച്ചേഴ്സ് യു ഗ്രാമർ എന്നാണല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ ഹൂം ആർ യു ടോട്ട് ഗ്രാമർ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഹൂ വെച്ചിട്ട് തുടങ്ങുന്ന ഏതൊരു ക്വസ്റ്റ്യനും പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ ഹൂം എന്നായിട്ട് മാറും കേട്ടോ. ബൈ ഹൂം ആർ യു ടോട്ട് ഗ്രാമർ. അപ്പോൾ യു എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് നമ്മൾ ആർ അവിടെ ചേർത്തിട്ടുള്ളത്. ആർ യു ടോട്ട് ഗ്രാമർ. ടീച്ചിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഇത് ടോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് റീസൺ ഡു ദേ ഗിവ്? ഇവിടെ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വാട്ട് റീസൺ ഈസ് ഗിവൺ ബൈ ദം. പ്രസൻറ്റ് ടെൻസിലുള്ളതായതുകൊണ്ട് ഈസ് എന്ന ഓക്സിലറി വേർബാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഗിവ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഗിവൺ എന്നുള്ളത്. ദെൻ ബൈ ഏജൻറ്റും ചേർത്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ടോട്ട് യു ഫ്രഞ്ച്? ഹൂ ടോട്ട് യു ഫ്രഞ്ച്? പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ടീച്ചിൻ്റെ പാസ്റ്റാണ് ടോട്ട് എന്നുള്ളത്. അപ്പോൾ ഹൂ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ഹൂം എന്ന് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ഹൂം വേർ യു ടോട്ട് ഫ്രഞ്ച്? എന്തുകൊണ്ടാണ് വേർ ചേർത്തത്? കാരണം പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അല്ലേ. വേർ യു ടോട്ട് ഫ്രഞ്ച്. ടീച്ചിൻ്റെ മൂന്നാമത്തെ വേർബ് ഫോമും ടോട്ട് എന്നാണ്. ടീച്ച് ടോട്ട് ടോട്ട് എന്നാണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡു ദേ സെർവ് യു ബ്രേക്ക്ഫാസ്റ്റ്? വെൻ ഡു ദേ സെർവ് യു ബ്രേക്ക്ഫാസ്റ്റ്? പ്രസൻറ്റ് ടെൻസിലാണ് അല്ലേ. അപ്പോൾ യു എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ എന്നുള്ള ഓക്സിലറി വേർബാണ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. വെൻ ആർ യു സെർവ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നായിരിക്കും അതിൻ്റെ പാസീവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സെൻഡ് ദിസ് ലെറ്റർ? ഹൂ സെൻഡ് ദിസ് ലെറ്റർ? ബൈ ഹൂം വാസ് ദിസ് ലെറ്റർ സെൻഡ്? ഹൂ സെൻഡ് ദിസ് ലെറ്റർ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. സെൻറ്റ് ടി ആണ്, SENT ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പാസ്റ്റിലാണെന്ന് മനസ്സിലാക്കണം. പ്രസൻറ്റിലാണെങ്കിൽ SEND ആണ് ഉണ്ടാവുക കേട്ടോ. സെൻറ്റ് 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 അങ്ങനെയാണ് വരിക. ഓക്കെ. അപ്പോൾ ബൈ ഹോം വാസ് ദിസ് ലെറ്റർ സെൻറ്റ്? വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് സെൻറ്റ് എന്നുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് WH ക്വസ്റ്റ്യൻസിൻ്റെ കേസ് നമുക്ക് നോക്കാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒരു ഓക്സിലറി വേർബ് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവും എപ്പോഴും. സോ ഫസ്റ്റ് കണ്ട് നോക്കിയേ. ക്യാൻ വി ട്രസ്റ്റ് ദിസ് മാൻ? ക്യാൻ എന്നുള്ളത് ഒരു മോഡൽ ഓക്സിലറിയാണ്. മോഡൽ ഓക്സിലറീസ് വരുന്ന കേസിൽ മോഡൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്, ഇതാണ് പാസീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട സ്ട്രക്ചർ. അപ്പോൾ ക്വസ്റ്റ്യൻ പാസീവ് ആക്കുമ്പോൾ നോക്കിയേ. ക്യാൻ ദിസ് മാൻ ബി ട്രസ്റ്റഡ്? ക്യാൻ പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാൻ ദിസ് മാൻ ബി ട്രസ്റ്റഡ്? ക്യാൻ എന്നുള്ള ഓക്സിലറി വേർബ് അതുപോലെ ഇങ്ങോട്ട് ചേർത്തു. അതിനുശേഷം ദിസ് മാൻ എന്നുള്ള ഒബ്ജക്റ്റ് ചേർത്തു. അതിനുശേഷം ബി ചേർത്തു. നെക്സ്റ്റ് ട്രസ്റ്റഡ് എന്നുള്ള വേർബ് ചേർത്തു അല്ലേ. ട്രസ്റ്റ് ട്രസ്റ്റഡ് ട്രസ്റ്റഡ്. ഓക്കെ. മൂന്നാമത്തെ ഫോമാണ് ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി. ഷുഡ് വി സെൻഡ് സം വൺ? ഇവിടെ എന്താണ് ഷുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറിയാണ് ചേർത്തിട്ടുള്ളത്. നേരത്തെ അതേ ഫോമിലാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഷുഡ് സം വൺ ബി സെൻഡ്? ഷുഡ് സം വൺ ബി സെൻഡ്? ഷുഡ് എന്നുള്ള മോഡൽ ഓക്സിലറി വെർബ് ഇവിടെ കൊടുത്തു. സം വൺ എന്നുള്ള ഒബ്ജക്റ്റ് കൊടുത്തു. അതിനുശേഷം ബി കൊടുത്തു. നെക്സ്റ്റ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം സെൻഡ് 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 മൂന്നാമത്തെ ഫോം കൊടുത്തു അല്ലേ. ഇനി ലാസ്റ്റ് വണ്ണ് നോക്കിയേ. ഡു യു മിസ്അണ്ടർസ്റ്റാൻഡ് മീ? ഡു യു മിസ്അണ്ടർസ്റ്റാൻഡ് മീ? ഡു എന്നുള്ളത് മോഡൽ ഓക്സിലറി അല്ല അല്ലേ. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മീ എന്നുള്ള ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഐ ആക്കി മാറ്റണം. അപ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ
ആം, ഈസ്, ആർ. ഇതിലേതാ ചേർക്കുക? ആം ആണ് ചേർക്കുക അല്ലേ? അപ്പോൾ ആം ഐ മിസ്അണ്ടർസ്റ്റുഡ് ബൈ യു. മിസ്അണ്ടർസ്റ്റുഡ് എന്നുള്ളത് മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ പാസീവ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഓരോ ടെൻസിലുള്ള വേർബിൻ്റെയും മാറ്റത്തിനനുസരിച്ച് എങ്ങനെയാണ് പാസീവിൽ മാറ്റം വരുന്നത്, എന്താണ് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ പാസീവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഇതൊക്കെ പറയുന്ന സെൻറ്റൻസുകളാണ് എന്ത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നുള്ളത് അല്ലേ. ഇത്തരത്തിലുള്ള സെൻറ്റൻസിൻ്റെ പാസീവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ദ പാസീവ് ഓഫ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ബിഗിൻ വിത്ത് ലെറ്റ്. അപ്പോൾ ലെറ്റ് എന്നുള്ള ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ പാസീവ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓപ്പൺ ദ ഡോർ, പണിഷ് ഹിം, ഡോണ്ട് പണിഷ് ഹിം. അപ്പോൾ 3 ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇതിനെ 3 നമുക്ക് പാസീവിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ഓപ്പൺ ദ ഡോർ എന്നുള്ള ആ ഒരു സെൻറ്റൻസിന് ലെറ്റ് വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം പാസീവിലോട്ട്. ഫസ്റ്റ് നമ്മൾ ലെറ്റ് എന്ന് കൊടുക്കുന്നു, അതിനുശേഷം ദ ഡോർ എന്നുള്ള ഒബ്ജക്റ്റ് കൊടുക്കുന്നു, അതിനുശേഷം ബി ചേർക്കുന്നു, ദെൻ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ പാസീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഇതാണ് സ്ട്രക്ചർ കേട്ടോ. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. നെക്സ്റ്റ് വേണം നോക്കിയേ, പണിഷ് ഹിം. ലെറ്റ് ഹിം ബി പണിഷ്ഡ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് ഹിം പ്ലസ് ബി പ്ലസ് V3 form of the verb. Last one, don't punish him. Let plus him plus not be punished. Okay. ഇവിടെ ഡോൺ പണിഷ് ഹിം എന്നാണ് അല്ലേ. അപ്പോൾ നെഗറ്റീവാണ്, സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് വേർഡും നമ്മൾ എന്താണ് പാസീവിൽ കൊടുക്കണം. ലെറ്റ് ഹിം നോട്ട് ബി പണിഷ്ഡ്. ലെറ്റ് ഹിം ബി പണിഷ്ഡ് എന്നാണ് നേരത്തെ കൊടുത്തത്. ലെറ്റ് ഹിം നോട്ട് ബി പണിഷ്ഡ് എന്നാണ് ലാസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അതൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഇതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ പാസീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളൊരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ പാസീവ് വോയിസ് എന്താണ്, ആക്റ്റീവ് വോയിസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഫസ്റ്റ് പാർട്ടിലാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ഓരോ ടെൻസിലും എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, അതുപോലെ തന്നെ 2 ഒബ്ജക്റ്റ് വരുന്ന കേസസ്, 2 ട്രാൻസിറ്റീവ് വേർബ് വരുന്ന കേസസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എങ്ങനെയാണ് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ 2 പാർട്ടും തറവായി കണ്ട് പഠിക്കുന്നവർക്ക് ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യൂല. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേർബിൻ്റെ കുറച്ച് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഞാനിവിടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേർബ്സേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒരുപാട് V1, V2, V3 ഫോംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നല്ലതാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എനിവേ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഗ്രാമർ ആൻഡ് യൂസേജിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ.